ബംഗാളിൽ മമതാ ബാനർജി പ്രീണനവും അതുപോലെ തന്നെ വോട്ട് രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഈ മുസ്ലിം സമുദായത്തിലുള്ള പല ജാതി ഉപജാതികളെയൊക്കെ OBCയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 75ഓളം ജാതികളെയാണ് ഈ OBCയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോടതി വിധി തന്നെ പുറത്തേക്ക് വന്നു. ഇതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ സാർ നമ്മളുമായി സംസാരിക്കും. സാർ, ABC ന്യൂസിലേക്ക് സ്വാഗതം. എങ്ങനെ കാണുന്നു ഈ വാർത്തയെ? ഇത് മമതാ ബാനർജി ഈ പറഞ്ഞ മാതിരി മുസ്ലിം കമ്മ്യൂണിറ്റീനെ നമുക്കറിയാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുസ്ലിംസിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പാടില്ല, റിസർവേഷൻ കൊടുക്കാൻ പാടില്ല, ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും മമതാ ബാനർജി ഇതിനെ കുത്തിപ്പൊക്കി അതിനോട് കയറ്റിയാണ്. അത് ചെയ്യാനുള്ള കാരണം വളരെ ക്ലിയർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മുസ്ലിംസിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മമതാ ബാനർജി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ അതിന് മുമ്പ് കൽക്കട്ട ഹൈക്കോർട്ടിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഈ 77 കമ്മ്യൂണിറ്റി, ഓൾറെഡി 158 കമ്മ്യൂണിറ്റി OBC ലിസ്റ്റിലുണ്ട്. അതിൽ ഇവർ കയറ്റിയത് ഇപ്പോൾ ഒരു പുതിയ 77 കമ്മ്യൂണിറ്റീസിനാണ്. പേരിന് വേണ്ടിയിട്ട് 2 ഹിന്ദു കമ്മ്യൂണിറ്റീസിനെ കയറ്റി. ബാക്കി 75 വന്നത് ഈ പറഞ്ഞ മാതിരി മുസ്ലിം കമ്മ്യൂണിറ്റിന്നാണ്. അപ്പൊ എത്ര ബാക്ക്വേർഡ് ആണോ മുസ്ലിം? നിങ്ങൾക്ക് അതാ മനസ്സിലാവാത്തത്. എത്ര 75 മുസ്ലിംസ് വരണമെന്നുണ്ടോ? അതേ സമയത്തൊരു ഈ പറഞ്ഞ ഹിന്ദുക്കൾക്ക് അതിന് പകുതിയിലും കിട്ടിക്കൂടെ? ഇല്ല, അത് കൊടുത്തില്ല മമതാ ബാനർജി. മുസ്ലിംസാണ് റിസർവേഷൻ കൊടുത്തത്. അവർ വിചാരിച്ചതിന് ആരും ചോദ്യം ചെയ്യില്ല, ഇതിനെപ്പറ്റി ആരും ചോദിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അത് കൽക്കട്ട ഹൈക്കോർട്ടിലെത്തിയത്. കൽക്കട്ട ഹൈക്കോർട്ട് ചോദിച്ചു, നിങ്ങൾ ഇതിന് എന്തെങ്കിലും പഠനം നടത്തിയോ? എന്തെങ്കിലും ഒരു എംപെരിക്കൽ ഡാറ്റ ഉണ്ടോ ഇതിനെ പറ്റിയിട്ട്? എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ആവട്ടെ, ഈ പറഞ്ഞ മാതിരി ഗവൺമെന്റ് ജോലി ആവട്ടെ, ഇതിൽ നിങ്ങൾക്ക് ഡാറ്റ കാണിക്കാൻ പറ്റുമോ? അതോ പോലീസ് ഫോഴ്സിൽ എത്ര പേര് നിങ്ങളുടെ ഇതിൽ റിസർവേഷനിൽ കയറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡാറ്റ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡാറ്റയില്ല. വെറുതെ കൂടെ അടിച്ചു കയറ്റി, ബിക്കോസ് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കൽക്കട്ട ഹൈക്കോർട്ട് സ്റ്റേ ചെയ്തു. അപ്പൊ അത് കാരണം അവിടെ നടപ്പാക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടുന്ന് ഇനി മുമ്പിലേക്ക് നീങ്ങി പോകുമ്പോഴാണ് ഈ കേസ് വന്നിട്ട് ഇനി മുമ്പിൽ കയറി പോകുമ്പോൾ അപ്പോഴാണ് കാണേണ്ടത് നമുക്ക് ഈ പറഞ്ഞ മാതിരി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു സ്പെസിഫിക് പോയിന്റ് വന്നത്. നമ്മൾ നോക്കേണ്ടത് ഈ കാര്യത്തിൽ സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ, കാണിക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിച്ചാൽ ഞങ്ങൾ സമ്മതിക്കാൻ നിങ്ങളുടെ അടുത്ത് പ്രൂഫ് ഉണ്ടെന്ന്. ഒരു പ്രൂഫും ഇല്ല ഇവരുടെ അടുത്ത്. ആ പ്രൂഫ് ഇല്ലാണ്ടാണ് ഇവർ ഈ കലാപരിപാടികൾ നടത്തി ഈ പറഞ്ഞ മാതിരി റിസർവേഷൻ കയറ്റിവിട്ടത്. ഇത് സിനുജി, നമ്മുടെ കേരളത്തിലും ഇതിനെപ്പറ്റി ഇതിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവാൻ പോകുന്നുണ്ട്. അത് ഞാനെപ്പറ്റി ഇന്നുകൊണ്ടും വിശദീകരിക്കാൻ അതിനെപ്പറ്റി. ഈ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സാറേ പറയുന്നത് അനുസരിച്ച് അത് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്? ഇന്ദിരാ സ്വാമിയുടെ ഒരു ജഡ്ജ്മെന്റിൽ ഇത് ക്ലിയർ ആയിട്ട് സുപ്രീം കോടതിയിലെ പണ്ടത്തെ ഒരു ജഡ്ജ്മെന്റിൽ ഇത് കിടപ്പുണ്ട്. പരിപാടി എന്താണ് ഇതിന്റെ ഒരു ലിങ്ക് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്. റിലീജിയസ് ബേസ്ഡ് റിസർവേഷൻ പാടില്ല എന്ന് പണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ അംബേദ്കർ പറഞ്ഞ് അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം ഹിന്ദുയിസത്തിൽ മാത്രമേ കാസ്റ്റ് എന്ന പരിപാടികളുള്ളൂ, മുസ്ലിമിലോ ക്രിസ്ത്യാനികളിലോ കാസ്റ്റ് എന്നുള്ളതല്ലേ. അത് കാരണമാണ് ഹിന്ദുയിസത്തിൽ ഈ പറഞ്ഞ മാതിരി OBCസും ഇതൊക്കെ കയറി വന്നത്, SCs കയറി വന്നത്, SC കാസ്റ്റ് വന്നത്. അതേസമയത്ത് ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും ആവാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ കുറെ ക്രിസ്ത്യൻ ഗ്രൂപ്പ്സും ഈ ഷെഡ്യൂൾ ട്രൈബ് സ്റ്റേറ്റസിലാവാം. നമ്മളിപ്പോൾ കണ്ട് കുക്കി മേറ്റീസിനെ പോലെ അടി നടന്നാലും മീറ്റീസ് ഹിന്ദുക്കളാണ്, അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതേസമയത്ത് കുക്കീസ് ക്രിസ്ത്യാനികളാണ്, അവർക്ക് ട്രൈബൽ സ്റ്റേറ്റസ് കിട്ടി. അപ്പൊ അതിന്റെ വേറൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു അന്ന് മണിപ്പൂർ ഹൈക്കോർട്ട് വന്ന് പിന്നെ അതിന് കലാപായ ഇടിയായ അവിടെ കണ്ടത്. പക്ഷെ അതേസമയത്ത് OBCs ഇതൊരു മണ്ഡൽ കമ്മീഷന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഈ OBC റിസർവേഷൻ ആണ് ഇവിടുന്ന് കയറി വരുമ്പോൾ നമുക്ക് മണ്ഡൽ കമ്മീഷൻ വന്ന് അന്ന് VPC ഇത് ഈ പറഞ്ഞ മാതിരി ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ എത്തിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ ഇതിനെ ഒപ്പോസ് ചെയ്തു. കോൺഗ്രസ്സുകാർ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ മണ്ഡൽ കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്യില്ല ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പൊ രാഹുൽ ഗാന്ധി കൊടി പിടിച്ച് നടക്കുന്ന ഇതേ കാസ്റ്റ് സെൻസസിന് വേണ്ടിയിട്ടാണ്. അവര് ഭരിച്ചപ്പോൾ ചെയ്തില്ല, അവര് മൻമോഹൻ സിംഗ് 10 കൊല്ലാണ്ടപ്പോ മിണ്ടിയില്ല. പക്ഷെ ഇപ്പൊ രാഹുൽ ഗാന്ധി ചോദിക്കേണ്ട എന്താണ്, എത്ര സെക്രട്ടറീസ് ഉണ്ട്, എത്ര അണ്ടർ സെക്രട്ടറീസ് ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ OBC കാസ്റ്റ്. അത് വളരെ ക്ലിയർ ആണ്. അതൊരു പൊളിറ്റിക്സിന്റെ കളിയാണ്. അവർ കർണാടകത്തില് ഇതേ സ്റ്റഡി നടത്തിയിട്ട് ചെയ്തില്ല. അപ്പൊ കേരളത്തിലും കർണാടകത്തിലും തെലങ്കാനമായിട്ടുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ ഈ സ്പെസിഫിക് റിസർവേഷൻ ഫോർ മുസ്ലിംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഒരു ലീഗൽ ചാലഞ്ച് സുപ്രീം കോടതിയിൽ കിടക്കുന്നുണ്ട്. ഈവൻ ആന്ധ്ര ഹൈക്കോർട്ടിൽ ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ കിടക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക്കലി പറയുന്നുണ്ട് റിലീജിയസ് ബേസ്ഡ് റിസർവേഷൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ റിസർവേഷൻ കൊടുക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. പക്ഷേ ഈ കേസിൽ ആ ഒരു എംപെരിക്കൽ ഡാറ്റയുടെ മേലാണ് ആർഗ്യുമെന്റ് നടക്കുന്നത്. നമ്മളറിയാം, കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയുടെ ഒരു സബ് ക്ലാസിഫിക്കേഷനെ പറ്റി, ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ സബ് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് ഒരു ജഡ്ജ്മെന്റ് വന്നിരുന്നു. സുനിജിക്ക് ഓർമ്മയുണ്ടാവും.
അതിലും സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഈ ക്രീമി ലെയറിന് എടുത്തു കളയാം. അതേമാതിരി ഈ സബ് ക്ലാസിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഡാറ്റ വേണം. ഒരു കമ്മ്യൂണിറ്റിക്ക് SC കമ്മ്യൂണിറ്റിയുടെ 15% ഒരു പർട്ടിക്കുലർ കാസ്റ്റിന് 7% 8% കൊടുത്ത് ബാക്കി 15 ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഡാറ്റ വേണം. നിങ്ങളൊരു ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി പറഞ്ഞ സർവേ അല്ല, സയന്റിഫിക് സർവേ വേണം. ഇപ്പോൾ ഒരാളോട് ചോദിക്കാൻ നിങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റ് ആണോ, OBC ആണോ, ST ആണോ, അതോ ജനറൽ കാറ്റഗറി ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വെറുതെ അവിടെ ഇരുന്ന സ്ഥലത്ത് അടിക്കും, ഞാനൊരു OBC കാരനാന്ന് പറയും. അപ്പൊ ഏതാ കാസ്റ്റിനൊക്കെ ഒരു കാസ്റ്റ്, പക്ഷെ സർട്ടിഫിക്കറ്റ് ചോദിക്കില്ല, അവർ ചോദിക്കില്ല, പ്രൂഫ് ചോദിക്കില്ല ഈ സർവേ ചെയ്യുന്ന ആൾക്കാർ. അതാണ് ബീഹാറിൽ ഉണ്ടായത്. അത് കാരണം ബീഹാറിൽ നടത്തിയ റിസർവേഷനും ഇതേ സുപ്രീം കോടതി പോയി അവിടെ തടഞ്ഞു. ബീഹാർ ഹൈക്കോടതി, പട്ന ഹൈക്കോടതി ആദ്യം തടഞ്ഞു. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ലീഗൽ ചാലഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് തോന്നിയ മാതിരി റിലീജിയസ് റിസർവേഷൻ കൊടുക്കാനല്ല ഭരണഘടന എഴുതി വെച്ചേക്കുന്നത്. അന്ന് ബാബാ സാഹേബ് അംബേദ്കർ ആയാലും ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അന്ന് ഡിബേറ്റിലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, റിസർവേഷൻ അതും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, സ്പെഷ്യലി ഷെഡ്യൂൾ കാസ്റ്റ് ഹിന്ദുക്കൾക്കാണ്, ഹിന്ദു കമ്മ്യൂണിറ്റിയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള OBC കാസ്റ്റ് മണ്ഡൽ റിസർവേഷൻ വന്നപ്പോൾ തൊട്ട് അത് പിന്നെ നമുക്കറിയാലോ 90, 70, 80, 90 അങ്ങനെയൊക്കെയാണ് പ്രോഗ്രസ് ചെയ്ത് വന്നത്. പക്ഷെ ഇനി എവിടുന്ന് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പറഞ്ഞ മാതിരി OBC കാറ്റഗറി എടുത്ത് കളിച്ചു കഴിഞ്ഞാലും അതിനൊരു ചാലഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട് സിനുജി. ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇത് തന്നെയല്ലേ ഇതെടുത്ത് വെച്ച് കളിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ അവർ നയിക്കുന്ന സർക്കാരുകളെ പ്രേരിപ്പിക്കുന്നത്? ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം, ഇടത് സർക്കാർ എത്രത്തോളം വലിയ ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത്. അത് കണ്ടിട്ട് മുസ്ലിം സമുദായം പോലും അത് വെറുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ കപട തന്ത്രം അത് അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ലേ? ഉണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് സിനുജി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇവർ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞ റിസർവേഷൻ കൊടുക്കുക. പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇവർ റിസർവേഷൻ കൊടുക്കില്ല. വളരെ കുറവാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ. അതെന്താണ് അങ്ങനെ വരുന്നത്? പാർസി ജെയിനുകൾ എന്തായിട്ട് കേരളത്തിൽ ജെയിൻസ് കുറേ ഉണ്ട്. ജെയിൻ കമ്മ്യൂണിറ്റിക്ക് എന്താണ് കൊടുക്കാത്ത റിസർവേഷൻ? അത് നമ്മൾ അറിയേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുവരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാതെ ഈ പറഞ്ഞ മാതിരി ഈ റിസർവേഷൻ കൊടുക്കുന്നത് ഇവരൊക്കെ പൊളിറ്റിക്സ് ബേസ്ഡ് ആണ്. വേറെ ഒന്നുമില്ല, രാഷ്ട്രീയം എഴുതുന്നില്ല, രാഷ്ട്രീയ കളിയാണ് അത് നടക്കുന്നത്. അപ്പൊ അങ്ങനെ നടത്തി അവസാനം ഈ പറഞ്ഞ മാതിരി ഈ 85%, 90% റിസർവേഷൻ വരുമ്പോഴാണ് സുപ്രീം കോടതി കയറി പണ്ടത്തെ ജഡ്ജ്മെന്റ്, ഇന്ദ്രസ്വാമിയുടെ ജഡ്ജ്മെന്റ് 50% പാടുള്ളൂ. ബിക്കോസ് നിങ്ങൾ ഈ OBC കാറ്റഗറി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ഒറിജിനൽ ആയിരുന്ന OBC-ക്കാരുടെ റിസർവേഷൻ പോവുകയാണ് ഇപ്പൊ ചെയ്യണം. അതാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഹിന്ദു ആയിട്ടുള്ള ഒരു OBC കമ്മ്യൂണിറ്റി മുസ്ലിംസിനെ തിരികെ കയറുമ്പോൾ അവരൊക്കെ റിസർവേഷൻ കുറയുന്നു. അതാണ് അവർ പറയുന്നത്. അതാണ് അവർ പോയി ചാലഞ്ച് ചെയ്തത് ഹൈക്കോടതിയിൽ. കാലങ്ങളായിട്ട് ഈ കോൺഗ്രസ് സർക്കാർ, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഈ മുസ്ലിം പ്രീണനം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ള അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10-12 വർഷമായിട്ട് കോൺഗ്രസിൽ നിന്ന് അധികാരം കൈവിട്ടുപോയി. അതോടുകൂടി ഈ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നില്ല. ഇതേ തന്ത്രം മമതാ ബാനർജി വേറെ രീതിയിൽ ബംഗാളിൽ നടത്തുന്നു. നമുക്കറിയാം, ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാർ നിരവധി പേർ നുഴഞ്ഞു കയറുന്ന ഒരു സ്ഥലമാണ്. അവർക്കെല്ലാം തന്നെ വോട്ടിന് വേണ്ടിയിട്ട് ഈ മമത തന്നെയാണ് അവർക്ക് ബാക്കി രേഖകളെല്ലാം നൽകിയത്. അപ്പം ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്നതും മമതാ ബാനർജി ഇപ്പോൾ നടത്തുന്നതും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളിൽ നിന്ന് ചെയ്യുന്ന പ്രവൃത്തികളല്ലേ? ആണ്. ബിക്കോസ് രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധി പറയുന്നത് വളരെ ക്ലിയർ ആണ്. കാസ്റ്റ് സെൻസസ് നടത്തണം. എന്തിനാ കാസ്റ്റ് സെൻസസ് നടത്തണേ? റിസർവേഷൻ എത്ര പേരുണ്ട്, ജിത്ന ജാത് ഉത്ന റിസർവേഷൻ. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അതിന്റെ അർത്ഥം 60% OBC ഉണ്ടെങ്കിൽ 60% അവർക്ക് റിസർവേഷൻ കൊടുക്കണം. അപ്പൊ അതിന്റെ ടാക്ടിക് എന്താണ്? ആ OBC കാസ്റ്റുകാരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ മറാഠയ്ക്ക് വേണ്ടിയിട്ടും അതേമാതിരി ഹരിയാനയിൽ ജാട്സിന് വേണ്ടി റിസർവേഷന് വേണ്ടി അടി നടന്നിട്ട് അവസാനം റിസർവേഷൻ കൊടുത്തിട്ട് അത് പിൻവലിക്കല്ല, കോടതി തന്നെ സ്റ്റേ ചെയ്തു. അതേ കാര്യമാണ് ഇവൻ മഹാരാഷ്ട്രയിൽ നടന്നത്, മറാഠ റിസർവേഷൻ. നിങ്ങൾ മറാഠ എന്ന് പറഞ്ഞ ഒരു ബാക്ക്വേർഡ് കാസ്റ്റ് എങ്ങനെയാണ് ആവണമെന്ന് കോടതി ചോദിക്കുന്നത്. ഇപ്പൊ കർണാടകത്തിൽ ഇവര് ഒരു സ്റ്റഡി നടത്തിയായിരുന്നു സിനുജി. അത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആ ഒരു സ്റ്റഡിയിൽ ഇവര് സർവേ നടത്തിയിട്ട് ആ സർവേ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു കോൺഗ്രസ്സുകാർ. പിന്നെ BJP വന്നു, അവര് ഭരിച്ചു, അവര് തിരിഞ്ഞു നോക്കാൻ പോയില്ല. അപ്പൊ ഈ പ്രാവശ്യം തിരിച്ചു വന്നപ്പോൾ സിദ്ധരാമയ്യയുടെ അടുത്ത് എല്ലാവരും ചോദിച്ചു, നിങ്ങൾ ആ പഴയ ഒരു സർവേ അവിടെ കിടപ്പുണ്ട്, പൊടി പിടിച്ച് കിടക്കുന്ന എവിടെയെങ്കിലും ഏതെങ്കിലും അൽമാരയുടെ ഉള്ളിൽ നിങ്ങൾക്ക് അതൊന്ന് എടുത്തുനിന്ന് പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നു. രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കാസ്റ്റ് സർവേ നടത്തണം. അപ്പൊ സിദ്ധരാമയ്യ പറഞ്ഞാൽ അത് ഒരാള് സൈൻ ചെയ്യണമെങ്കിൽ സൈൻ ചെയ്തില്ല, ഒരു ജഡ്ജ് എങ്ങാണ്ടേ. അങ്ങേര് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഞാൻ സൈൻ ചെയ്യാൻ റെഡിയാണ്, സൈൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇന്ന് വരെ അത് പുറത്തേക്ക് വന്നിട്ടില്ല. ബിക്കോസ് എന്താ, അവിടെ വൊക്കലിക ലിംഗേഴ്സ് ഉണ്ട്. ഇവരെ
പണി എനിക്ക് കാണിച്ചു കൊടുക്കും അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ആന്ധ്രയിലും തെലങ്കാനയിലും സർവേ ചെയ്യില്ല, അവിടുത്തെ റെഡ്ഡിമാർ കാണിച്ചു കൊടുക്കും അവർക്ക് എന്ത് പവർ ഉണ്ടെന്നുള്ളത്. ഇവർക്ക് പറ്റുന്ന സ്ഥലത്ത് മാത്രം, ഈ മമതാ ബാനർജിയുടെ മാത്രം ഈ 77 പുതിയ ലിസ്റ്റിൽ 77 പേരെ പുതിയ ലിസ്റ്റ് കയറ്റുമ്പോൾ ഓൾറെഡി 80 കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ പുതിയതായിട്ട് 77 പേരെ കയറ്റിപ്പോ 75 കമ്മ്യൂണിറ്റീസിന് കയറ്റിപ്പോ 75 മുസ്ലിംസ്, അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റികൾ. അതെങ്ങനെയാവാം? ക്രിസ്ത്യാനികളില്ലേ അവിടെ, ബുദ്ധിസ്റ്റ് ഇല്ലേ അവിടെ? അവര് ഡാർജിലിംഗ് സൈഡിലും അവിടേക്ക് ബുദ്ധിസ്റ്റ് ആണ്, അവർ മൈനോറിറ്റിയാണ് ഡെഫിനിഷൻ പ്രകാരം. അവർക്ക് എന്താ റിസർവേഷൻ കൊടുക്കാത്തത്? അതില്ല. അവർക്ക് കൊടുത്താൽ ഏതോ 2 ചെറിയ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കും. ഇവർ പറയുന്നത് എന്താണ്? മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാം കൂടെ ബാക്ക്വേർഡ്. അതാണ് കേരളത്തിൽ ഉണ്ടായത്. എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയും ബാക്ക്വേർഡാണ്. ആരും ഫോർവേഡ് അല്ല, ആരും ഡോക്ടർ ആയിട്ടില്ല, ആരും എഞ്ചിനീയർ ആയിട്ടില്ല, ആരും IAS ആയിട്ടില്ല. ഇപ്പൊ ഈ സുപ്രീം കോടതിയുടെ ഈ SC/ST ജഡ്ജ്മെന്റ് വന്നിരിക്കണം, അത് OBCയിൽ ഓൾറെഡി ഉണ്ട്, ക്രീമി ലെയർ. പക്ഷെ ഈ പറഞ്ഞ ക്രീമി ലെയർ ഓരോ കൊല്ലം ഇവർ അതിന്റെ ലിമിറ്റ് കൂട്ടിക്കൊണ്ടു പോകും. ആദ്യം 5 ലക്ഷമായിരുന്നു, അത് 8 ആക്കി, പിന്നെ അത് 12 ആക്കി. പക്ഷെ സിനുജി ഈ കണ്ടോളൂ, ഇനിയും ഇതേമാതിരിയുള്ള കുറെ കേസുകൾ കോടതിയിൽ വരും. ബിക്കോസ് ഈ സുപ്രീം കോടതിയുടെ സബ് ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ തൊട്ട് അതിനെക്കാട്ടും വലിയ അടി വരാൻ പോകും. അപ്പോൾ സാമ്പത്തികമായി പല ഘട്ടങ്ങളിൽ നിൽക്കുന്ന, അല്ലെ പല തട്ടുകളിലായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ അതൊന്നും നോക്കാതെ ഒരു ഒറ്റ ഘട്ടമായി എടുത്തിട്ട് അവർക്കൊരു പ്രത്യേക റിസർവേഷൻ കൊടുക്കുന്നു. എന്നാൽ അതേ സമയത്ത് ഹിന്ദു വിഭാഗത്തിലെ പിന്നോക്കക്കാരെ, ക്രൈസ്തവ വിഭാഗത്തിലെ പിന്നോക്കക്കാരെ ഇതുവരെ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും രാജ്യത്ത് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് ഇതാണ് എന്ന് വ്യക്തമായിട്ട് ഇനി ആരാണ് തുറന്നു പറയുക? സുപ്രീം കോടതി പറഞ്ഞിരുന്നല്ലേ, സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നില്ല. ഇന്ദിരാ ജയസിംഗ് ആയിരുന്നു ഇവർക്ക് വേണ്ടി ആർഗ്യൂ ചെയ്തിരുന്നത്. നമുക്കറിയാം ഇവരൊക്കെ ഒരു ഗ്യാങ് ആണ്. കപിൽ സിബൽ, ഇന്ദിരാ ജയസിംഗ്, P ചിദംബരം, അഭിഷേക് മനു സിംഗ്വി, ഇവരൊക്കെ എവിടെ, ഏത് ദുഷ്യന്താവ്, ഇവർക്ക് ഏത് കേസ് വന്നാലും ഇവരൊക്കെ കാണാം, ഏത് മോദിയുടെ അഗേൻസ്റ്റ് ആയിട്ടുള്ള കേസ്. അപ്പൊ ഇന്നലെ സുപ്രീം കോടതി നല്ലൊരു ആർഗ്യുമെന്റ് വന്നപ്പോൾ സുപ്രീം കോടതി ഇന്ദിരാ ജയസിംഗ് ചൂടായി. ചീഫ് ജസ്റ്റിസിന്റെ അടുത്ത് വന്നു, എന്നങ്ങനെയാണെങ്കിൽ കൽക്കട്ട ഹൈക്കോടതി രാഷ്ട്രം ഭരിച്ചോട്ടെ. ഇവര് മോദിയുടെ അഗേൻസ്റ്റ് കുറെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞില്ല. അങ്ങനെയാണ് സുപ്രീം കോടതി രാഷ്ട്രം ഭരിച്ചോട്ടെ എന്ന് ആരും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കേസിൽ അവർക്കൊരു അനുകൂല വിധി കിട്ടാണ്ട് വന്നപ്പോൾ അവർക്കൊരു ദേഷ്യമുണ്ട് അത് കാര്യത്തിൽ. അപ്പൊ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ മാതിരി തോന്നിയ മാതിരി റെക്ലെസ് ആയിട്ട് തോന്നിയ മാതിരി കയറ്റി റിസർവേഷൻ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കിട്ടുന്ന വെച്ച് നിങ്ങൾ ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ ലീഗൽ ചാലഞ്ച് ഉണ്ടാവും. ആ ലീഗൽ ചാലഞ്ചിൽ നിങ്ങൾ തോറ്റു. കേരളത്തെ റിസർവേഷൻ, ആന്ധ്രയിലെ റിസർവേഷൻ, കർണാടക, തെലങ്കാന, ഇതെല്ലാം സുപ്രീം കോടതിയിൽ ചാലഞ്ച് കിടക്കുന്നുണ്ട്. റിലീജിയസ് ബേസ്ഡ് റിസർവേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അലൗഡ് അല്ല, കഴിഞ്ഞു. മാറ്റർ ഓഫ് ഫാക്ട് അവിടെ ഉണ്ട്. പക്ഷെ ഇവർ ആർഗ്യൂ ചെയ്യണം എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റിലും ഇതിന് കുറച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാർ, എസ്പെഷ്യലി ഈ പറഞ്ഞ മാതിരി ധോബികളായിട്ടും ബുച്ചേഴ്സായിട്ടും ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരിപ്പോഴും ബാക്ക്വേർഡാണ്. അവരിപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അവരാരും കെയർ ചെയ്യില്ല. പക്ഷെ എല്ലാം ഹോൾസെയിൽ ആയിട്ട് ഒരു 70 പർട്ടിക്കുലർ കാസ്റ്റിനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കയറ്റി വിടുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല സിനുജി, അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ കോടതി വിധി കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ഇതിനേക്കാളും വലിയ തിരിച്ചടികൾ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല രാഹുൽ ഗാന്ധിയും മമതയും കോൺഗ്രസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ പ്രീണനം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നാൽ കേരളത്തിലും ആരൊക്കെ എതിര് നിൽക്കുമെന്ന് ഇടതുപക്ഷവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം വലിയ ചർച്ചാ വിഷയമായി മാറേണ്ടതാണ്. കൂടുതൽ വിഷയങ്ങൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മറ്റൊരവസരത്തിൽ വിശദമായി ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.